അന്ന് മുതൽ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന പല ആളുകളും പറഞ്ഞിരുന്നു റേറ്റ് കുറച്ച് കടയിൽ കൂടെ കൊടുക്കണം, എന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം പഴയ ആളുകൾ തന്നെ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത്, നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുത്താൽ ശരിയാവില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാനന്ന് അവരോട് പറഞ്ഞിരുന്നു, കാരണം റേറ്റ് കുറയ്ക്കുക മീൻസ് ക്വാളിറ്റി കുറയ്ക്കുക, രണ്ടും ഉത്തരം ഒന്നാണ്. ക്വാളിറ്റി കുറച്ചാലേ ഉള്ള റേറ്റ് കുറയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ക്വാളിറ്റിയോട് കൊടുത്തിട്ട് എടുക്കുന്ന ആളുകൾ എടുത്താൽ മതി എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ ആദ്യം മുതലേ നിന്നിരുന്നു. തീർച്ചയായിട്ടും ഈ പപ്പടം എന്ന് പറയുമ്പോൾ ഒരുപാട് കമ്പനികൾ നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ വീനസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ എന്താണ് അവരിൽ നിന്നും യുണീക്ക് ആയിട്ടുള്ളത്, എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? നമ്മൾ മാക്സിമം ഹൈജീനിക് ആയിട്ട് ചെയ്യുന്നത്. എൻ്റെ പല വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് അറിയാം. അതുപോലെ ആർക്കും കമ്പനിയിൽ വന്നാൽ കാണാം. ഒരു സ്ഥലങ്ങളിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഒരു 40 സെൻറ്റ് സ്ഥലത്താണ്. അവിടെ ഒരു സ്ഥലത്തും ഒരു വൃത്തികേടായിട്ടൊരു സ്ഥലം ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് എണ്ണയ്ക്കൊക്കെയാണ് പ്രശ്നങ്ങളും കാര്യങ്ങളും വരാറ്. എണ്ണ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മില്ല് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ മില്ല് നമ്മൾ ചക്കിലാട്ടിയ എണ്ണ കൊണ്ടാണ് നമ്മൾ നമ്മളെ പപ്പടത്തിലേക്കൊക്കെ എണ്ണ പുരട്ടാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ അങ്ങനത്തെ സജ്ജീകരണങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം എണ്ണയൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാൽ നമ്മൾ തന്നെ ആട്ടിയിട്ട് ഉപയോഗിക്കും. നമ്മൾ തന്നെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യും. തേങ്ങയും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊപ്രയുടെ പരിപാടിയൊക്കെ ചെയ്യും. കൊപ്ര കച്ചവടം ഞാൻ മുമ്പ് ചെയ്തിരുന്നു, ഞാൻ പറയാൻ മറന്നാണ്. ഒരു 5-8 മാസം കൊപ്ര കച്ചവടം ചെയ്തിരുന്നു. അതിന്നൊക്കെ കുറേ നഷ്ടം വന്നതാണ്. പക്ഷേ അതിൻ്റെ മെത്തേഡൊക്കെ നമുക്ക് പഠിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ മില്ലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആ എണ്ണ എടുത്തിട്ടാണ് നമ്മൾ പപ്പടത്തിലേക്കൊക്കെ ഉപയോഗിക്കണം. ഈ ക്വാളിറ്റിയോട് കൂടി ചെയ്യുന്ന സാധനങ്ങൾ ക്ലിക്ക് ആവണമെങ്കിൽ കുറച്ച് പണിയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് നല്ല ക്ഷമയും നല്ല ഇതുകൊണ്ടാണ്. ഞാൻ സ്റ്റാർട്ടിങ് മുതൽ തന്നെ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറയും, ഞാൻ അന്ന് മുതൽ 14 വർഷമായിട്ടും പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക. എനിക്ക് ഇപ്പോൾ നിൽക്കുന്ന പപ്പടത്തിനേക്കാൾ എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്താൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എൻ്റെ അവിടുത്തെ വെള്ളമൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പപ്പടത്തേക്ക് കൂട്ടുന്ന വെള്ളമൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട്, നമ്മളെ കെങ്കൺ വാട്ടർ എന്ന് പറഞ്ഞിട്ട്. കെങ്കൺ വാട്ടർ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്, ജപ്പാൻ ടെക്നോളജിയാണ്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാനാണ് സാധാരണ എല്ലാവരും കൊണ്ടുപോകാറ്. 9.5 pH വെള്ളം കിട്ടുന്നുണ്ട്. അതെ. അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ അതും കൂടെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ അത്രയും ക്വാളിറ്റി ആയിട്ട് പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്ന ആഗ്രഹിക്കുന്ന ആളാണ് നമ്മൾ. അങ്ങനെ എണ്ണയുണ്ട്, കാരുണ്ട്, പിന്നെ ഉപ്പാണുള്ളത്. ഉപ്പ് നമ്മൾ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ തലേ ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തെളി മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പപ്പടത്തിലേക്ക് ഉപയോഗിക്കുന്നത്. കാരം പിന്നെ ഫുഡ് സേഫ്റ്റി അംഗീകരിച്ച കാരാണ്. അതിപ്പോൾ പല ആളുകളും അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്. അതൊക്കെ സമൂഹത്തിൻ്റെ പല തെറ്റിദ്ധാരണയാണ്, പല മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. എൻ്റെ അറിവിൽ ഞാൻ മലപ്പുറം ജില്ലാ അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റാണ്. എൻ്റെ അറിവിലുള്ള കമ്പനികളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവരൊക്കെ നല്ല കാരം കുറേയൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ നമ്മൾ ഫുഡ് സേഫ്റ്റി അംഗീകരിച്ച കാരാണ്. നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളമാണ്. പിന്നെ നല്ല മാക്സിമം നമുക്ക് കേരളത്തിൽ കിട്ടാവുന്ന മാക്സിമം നല്ല ക്വാളിറ്റി ഉഴുന്ന മാവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കവറടക്കം കുറച്ച് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല നല്ല ഹൈ ക്വാളിറ്റി കവറിങ്ങിലേക്ക്, കാരണം കാഴ്ചയിലും കൂടെ നമ്മൾ ഒരു ഹൈജീനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് ജനം സ്വീകരിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. അതെ. പപ്പടം അല്ലാതെ മറ്റെന്തെല്ലാം പ്രോഡക്ട്സ് ആണ് വീനസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? പിന്നെ നമ്മൾ പുളി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പല രീതിയിലായിട്ട് പല കമ്പനികൾ ചെയ്യുന്ന പോലെ തന്നെ പല രൂപത്തിലാക്കിയിട്ട് നല്ല ഭംഗിയോടുകൂടി സൂപ്പർ മാർക്കറ്റിൽ ഷെൽഫിൽ വയ്ക്കുമ്പോൾ കാണാൻ ഒരു അട്രാക്ഷനുള്ള രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പല ഒരു 5-8 ഐറ്റംസ് ആയിട്ട് പല മോഡലായി ചെയ്യുന്നുണ്ട്. സീഡ്ലെസ്സും സീഡുള്ളതും ഉണ്ട്. സീഡ്ലെസ്സാണ് കൂടുതൽ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിപണിയിൽ കിട്ടുന്ന എനിക്ക് കിട്ടുമ്പോഴൊക്കെ വളരെ ഉപ്പ് കൂടുതലുള്ള കൊണ്ടാട്ടമായിരിക്കും കിട്ടുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മൾ എങ്ങനെയാണോ വീട്ടിലുണ്ടാക്കുക അതുപോലെ തന്നെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ തൈരിലിട്ട് വീണ്ടും വെയിലത്തിട്ട് വീണ്ടും തൈരിലിട്ട് വീണ്ടും വെയിലത്തിട്ട് അങ്ങനെ ട്രഡീഷണൽ രീതിയിൽ എല്ലാ പ്രോഡക്ട്സും ഈ സെയിം കമ്പനി തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതെ, എല്ലാം മാനുഫാക്ചർ നമ്മളാണ്. എത്രത്തോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എത്രത്തോളം സ്റ്റാഫ്? ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 40 സെൻറ്റ് സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ കമ്പനി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5500 സ്ക്വയർ ഫീറ്റോളം. നമ്മൾ ഫസ്റ്റ് റെന്റ് ബിൽഡിങ്ങിലായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയി. 5 വർഷമായിട്ട് നമ്മളിപ്പോൾ സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറി. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ കുറഞ്ഞ കാലയളവിൽ അതെ വളരെ ഇപ്പോൾ 4-5 വർഷമായി നമ്മൾ മാറിയിട്ട്. ഇപ്പോൾ ഒരു 40 സെൻറ്റ് സ്ഥലത്ത് ഒരു 5500 സ്ക്വയർ ഫീറ്റ്. അതിൽ പിന്നെ നമുക്കറിയാലോ ഒരു ബിൽഡിങ്ങിൽ ഒരു സ്ഥലം പോലും വേസ്റ്റ് ഇല്ല. കാരണം നമുക്കറിയാലോ എവിടേക്ക് എന്തൊക്കെ വരേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്തിരിക്കുന്നത് മാക്സിമം ഹൈജീനിക് ആയിട്ടാണ്. ഡെയിലി ഒരു പപ്പട കമ്പനി ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ എന്ന് സംശയമുള്ള ആൾക്കാർ പോലും കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ആശ്ചര്യപ്പെടുന്ന രീതിയിൽ, കാരണം അത്രയും ക്ലീൻ ആയിട്ടാണ് മാക്സിമം കൊണ്ടുപോകുന്നത്.
അന്നന്ന് അവിടെ ഞങ്ങൾ ക്ലീൻ ആക്കും. ആഴ്ചയിലൊന്നല്ല, ഓരോ വർക്ക് കഴിയുമ്പോഴും അവിടെ ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഇത്രയും ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് ഉള്ള സമയത്ത് തന്നെ സ്റ്റാഫിന്റെ എണ്ണവും നമ്മൾ കൂട്ടേണ്ടി വരും. അപ്പോൾ എത്രത്തോളം സ്റ്റാഫാണ് സാറിനുള്ളത്, ഈ ഒരു കമ്പനിക്ക് വീനസിനുള്ളത്? അവരെത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഈ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്താ അറിയോ, എനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 8ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്നത് എൻ്റെ അയൽവാസികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും കേരളത്തിൽ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഏതൊരു വ്യവസായത്തിൽ നോക്കിക്കഴിഞ്ഞാലും അതിഥി തൊഴിലാളികളുടെ കടന്നുകയറ്റാണ് കൂടുതൽ, അല്ലേ? അതിപ്രസരമുണ്ട്. അപ്പോൾ അത് എൻ്റെ കമ്പനിക്ക് ഉണ്ടാവരുതെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ അയൽവാസികൾക്ക്, മലയാളികൾക്ക് തന്നെ ഒരു ജോലി കൊടുക്കുന്ന സെറ്റപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നല്ലൊരു സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഇടയിൽ. കാരണം എൻ്റെ ഒരു 70ഓളം സ്റ്റാഫ്, 65-70 ഉള്ളിലെ സ്റ്റാഫ് എൻ്റെ കമ്പനിയിൽ കംപ്ലീറ്റ് മലയാളീസാണ്. അതിൽ അവർ തുടക്കത്തിൽ നമ്മൾ കമ്പനി 15 വർഷമായി, 2009 സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് മുതലുള്ള സ്റ്റാഫുകളുണ്ട്, ഇപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കൂടുതൽ ആളുകളിലേക്ക് അത് വ്യാപിപ്പിക്കണം എന്ന് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കൂടുന്തോറും അത്ര ആളുകളെ നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കുറച്ച് ആളുകളെ കൂടുതൽ വെക്കാറുണ്ട് എപ്പോഴും. കാരണം അവരെ സഹായിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അത് ഞാനും കുറേ അനുഭവിച്ചിട്ടല്ല ഇതിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ നമ്മൾ സെയിൽസിന് നിൽക്കുന്ന ആളുകളൊക്കെ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് ഗൾഫ് റിട്ടേൺ ആണോ ചോദിക്കാറ്. കാരണം ഗൾഫിൽ നിന്ന് വന്ന ആളുകൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് വരിക. അവർക്ക് ഇവിടുത്തെ പ്രശ്നമൊന്നും വിഷയമല്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാറാണ് കമ്പനിയിലേക്ക്. എന്നെ കൂടെ കഴിയുന്ന പോലെയൊക്കെ അവരൊക്കെ സഹായിക്കാറുണ്ട്. അവരെല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. കാരണം നമ്മളൊരു കറക്റ്റ് ഒരു മെത്തേഡ്, ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കമ്പനി പോകുന്നത്. സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തിൻ്റെ ഒരു വിവാഹാലോചന കാര്യത്തിന് വേണ്ടി പോയ സമയത്ത് പപ്പടത്തിന്റെ ആ ഒരു ബിസിനസ് ഒക്കെ മനസ്സിലാക്കി കണ്ടു, പക്ഷെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പം വീനസ്റ്റിന്റെ കമ്പനിയിൽ ഏവർക്കും കാണാനായിട്ടുള്ള സൗകര്യം ഉണ്ടോ? അത് നിങ്ങൾ അങ്ങനത്തെ ഒരു സൗകര്യം ഒരുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ആളുകളുടെ അവകാശമല്ലേ സത്യത്തിൽ. അവനെ കഴിക്കുന്ന ഫുഡല്ലേ. തീർച്ചയായിട്ടും അതിൽ ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാന്ന് മാത്രമല്ല, അത് ഉണ്ടെന്ന് ഉറപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അത് കാണിച്ചു കൊടുക്കാനുള്ള, അത് കയറി കാണാനുള്ള അവകാശം അവർക്ക് വേണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് എത്രത്തോളം ഹൈജീൻ ആണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സ് അതൊന്നും കാണണം. ആ കാണാനുള്ള സൗകര്യം പോലും വീനസ് കമ്പനി ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ജെനുവിനിറ്റിയാണ് ശരിക്കും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും കസ്റ്റമേഴ്സിന് വളരെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് വീനസ് കമ്പനി ചെയ്യുന്ന ഈ ഒരു സജ്ജീകരണം. അതെന്താ, ഈ പപ്പടത്തിൻ്റെ പ്രത്യേകിച്ച് മറ്റുള്ള വ്യവസായങ്ങളെ പോലെയല്ല, ഈ ഫുഡിൻ്റെ പോലെയല്ല, ഈ പപ്പടം ക്ലീൻ ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പപ്പട കമ്പനി. കാരണം ഫുൾ ടൈം പൊടി പാറുക, പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ചുമലിലൊക്കെ പറ്റി പിടിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ച് വൃത്തിയായിട്ട് ഡയലി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടത് നല്ല വൃത്തിയോടുകൂടി ചെയ്യാം എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ്. ഇപ്പോൾ വീനസിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പപ്പടം ഉണ്ട്, അതുപോലെ തന്നെ കൊണ്ടാട്ടങ്ങളുണ്ട്, അങ്ങനെ പല പ്രൊഡക്ട്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, വിപണിയിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എവിടേക്കാണ് നമ്മൾ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തൊക്കെ കൊടുക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ നിലവിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റും പാലക്കാട് ഡിസ്ട്രിക്റ്റും പൂർണ്ണമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റ് നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള ഡിസ്ട്രിക്റ്റിലൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അതർ സ്റ്റേറ്റിലേക്കൊക്കെ അവിടെ ഒരുപാട് ആളുകൾ നമ്മളോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു. നമുക്ക് ഇവിടെ എൻക്വയറീസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പപ്പടം എത്തിക്കാൻ പറ്റുമോ, നമുക്ക് ഇങ്ങനെ നല്ല പ്രൊഡക്റ്റ് ഇവിടെ കിട്ടുന്നില്ല, അപ്പോൾ എത്തിക്കാൻ പറ്റുമോ എന്നുള്ള. അതിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ വൈഫിനെയും കൂടെ ഓൺലൈൻ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെയും കൂടെ ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കുറേ എൻക്വയറീസ്, നല്ല കുറച്ച് ബന്ധങ്ങളൊക്കെ നമുക്ക് അതിലൂടെ കിട്ടി. ഒരുപാട് വീട്ടമ്മമാർ അതർ സ്റ്റേറ്റിൽ നിന്ന് നമ്മളെ നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്.